യേശുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ജിൻസി. ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിലെ കുത്തിയതോടെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിന്നാണ്. ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഒക്ടോബർ 7, 2023 ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം, ഞാൻ 2 പ്രാവശ്യം IELTS എഴുതിയായിരുന്നു. പക്ഷേ എനിക്ക് വിചാരിച്ച സ്കോർ കിട്ടിയില്ല. ആ സമയത്താണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത ശേഷം ഞാൻ അയർലൻഡാണ് എനിക്ക് പോകാൻ ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടേക്ക് ഡൂലിംഗോ എന്ന് പറഞ്ഞൊരു എക്സാം ഉണ്ട്. അത് IELTSൻ്റെ അത്ര പാടൊന്നുമല്ല. അപ്പം ഞാൻ വിചാരിച്ചു, അങ്ങനെയാണെങ്കിൽ ഡൂലിംഗോ എക്സാം എഴുതാം. ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ മാതാവ് എന്നെ സഹായിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ ഡൂലിംഗോ എക്സാമിനൊരു ഡേറ്റ് എടുത്തു. എനിക്ക് 105 മാർക്ക് വേണമായിരുന്നു അവിടുത്തെ കോളേജിലേക്ക്, അവിടെ നിന്ന് ഓഫർ ലെറ്റർ വരണമെങ്കിൽ. പക്ഷേ ആദ്യത്തെ പ്രാവശ്യം ഞാൻ ഡേറ്റ് എടുത്തു, എക്സാം എഴുതി. പക്ഷേ എനിക്ക് 100 മാർക്കാണ് കിട്ടിയുള്ളൂ. അപ്പോൾ എനിക്ക് കുറച്ച് സങ്കടമായിരുന്നു. പക്ഷേ എന്നാലും ഞാൻ വിചാരിച്ചു, 5 മാർക്കും കൂടിയല്ലേ കിട്ടാനുള്ളൂ, അത് അടുത്ത പ്രാവശ്യം എഴുതുമ്പോൾ മാതാവ് എനിക്ക് തരുമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വീണ്ടും രണ്ടാമതൊരു ഡേറ്റ് എടുത്തു, വീണ്ടും എക്സാം എഴുതി. പക്ഷേ എനിക്കന്ന് 99 മാർക്കാണ് കിട്ടിയത്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം 100ൽ നിന്ന് വീണ്ടും 99ലേക്ക് താഴ്ന്നു പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഉടമ്പടി എടുത്തിട്ടും എനിക്ക് മാതാവ് തന്നില്ലല്ലോ എന്ന്. അപ്പോഴാണ് ഞാൻ ഓർത്തത്, ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടി പത്രം കൊണ്ടുപോയായിരുന്നു. പക്ഷേ അത് ഞാനായിട്ട് ആർക്കും കൊടുത്തില്ല. ഞാൻ എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്കും പപ്പാതിയാണ് കൊടുത്തത്. അവരാണത് ഓരോരുത്തർക്ക് കൊടുത്തത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വന്നു, ഞാനായിട്ട് ഉടമ്പടി പത്രമൊന്നും കൊടുത്തില്ല, അത് കാരണമായിരിക്കും മാതാവ് എനിക്ക് തരാത്തതെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പിറ്റേ മാസം ഇവിടെ വന്നു. ഞാൻ ഉടമ്പടി പത്രം ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി. ഞാനായിട്ട് തന്നെ പള്ളികളിലും പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള എല്ലാ ക്രൈസ്തവർക്കും ക്രിസ്ത്യാനികൾക്കും എല്ലാവർക്കും കൊടുത്തു. ഇന്നും ഞാനത് തുടർന്ന് പോകുന്നുണ്ട്. ഞാൻ എല്ലാ മാസവും ഇവിടെ വരും, പത്രം വാങ്ങിക്കും, ഞാൻ തന്നെ കൊടുക്കും. അങ്ങനെ ആ പത്രമൊക്കെ ഞാൻ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാനായിട്ടാണ് ആ എല്ലാ ഡേറ്റും, IELTSൻ്റെ ഡേറ്റും ഈ 2 എക്സാമിൻ്റെ ഡേറ്റും എൻ്റെ ഇഷ്ടപ്രകാരമാണ് ഞാനൊരു ഡേറ്റ് എടുത്തത്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്കൊരു ഡേറ്റ് പറയും, ആ ഡേറ്റിന് ഞാൻ എക്സാം എഴുതാം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് 17 എന്ന് പറഞ്ഞിട്ട് ഒരു സംഖ്യ എൻ്റെ മനസ്സിൽ വന്നു. അപ്പോൾ അത് നവംബർ മാസമായിരുന്നു. അപ്പോൾ നവംബർ 17. അപ്പോൾ ഡൂലിംഗോ എക്സാം എന്ന് പറഞ്ഞാൽ അത് 2 ദിവസത്തിനകം അതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പോൾ 17-ാം തീയതി ഒരു വെള്ളിയാഴ്ചയാണ്. അപ്പോൾ എൻ്റെ റിസൾട്ട് വരുന്നത് ഞായറാഴ്ചയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി, എനിക്ക് ഈശോ മരിച്ചത് ഒരു വെള്ളിയാഴ്ചയാണ്, അപ്പോൾ ഉയർത്തെഴുന്നേറ്റത് ഞായറാഴ്ചയല്ലേ, അതുമാതിരി എൻ്റെ ജീവിതത്തിലും ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവും. ആ ഒരു വിശ്വാസത്തിൽ ഞാനന്ന് എക്സാം എഴുതി. 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് റിസൾട്ട് വന്നു. എനിക്ക് കൃത്യം ആ 105 മാർക്ക് തന്ന് മാതാവിനെ അനുഗ്രഹിച്ചു. അതിനുശേഷം വിസ പ്രോസസ്സിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. കുറേയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹത്താൽ എല്ലാം ഭംഗിയായി നടന്നു. എനിക്ക് വിസ കിട്ടി. ഈ ഏപ്രിൽ 17-ാം തീയതി ഞാൻ അയർലൻഡിലോട്ട് പോവാണ്. പിന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ അനിയനും ഇതുമാതിരി പുറത്തേക്ക് പോകാൻ നോക്കണുണ്ടായിരുന്നു. അപ്പോൾ അവന് വേണ്ടിയും ഞാൻ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. അവനിപ്പോൾ പോയി, ജർമ്മനിലോട്ട് പോയി. പിന്നെ അതുമാതിരി തന്നെ എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഗ്യാസിൻ്റെ പ്രശ്നങ്ങളായിരുന്നു. ഗ്യാസ് കയറിയിട്ട് നമ്മുടെ കഴുത്തിൻ്റെ ഇവിടെയൊക്കെ ഭയങ്കര അസ്വസ്ഥതകൾ, എല്ലാ രാത്രിയൊക്കെ കൂടും, അത് ഭയങ്കര അസ്വസ്ഥതകൾ. അപ്പം ഞാൻ നമ്മുടെ ഉടമ്പടി തൈലം എടുത്ത് കുരിശ് വരയ്ക്കാറുണ്ട്. അങ്ങനെ ഇപ്പോൾ ആ അസ്വസ്ഥതകളൊക്കെ മാറി. എൻ്റെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ, ഞാൻ എന്നാൽ കഴിയുന്നത് വഴിയരികിലിരിക്കുന്ന ആൾക്കാർക്ക്, അങ്ങനെ എന്നാൽ കഴിയുന്നത് എൻ്റെ മുമ്പിൽ കൈ നീട്ടുന്നവർക്കൊന്നും ഞാനൊന്നും കൊടുക്കാതിരുന്നിട്ടില്ല. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം പറഞ്ഞ പോലെ ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് ഉടമ്പടി പത്രം വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് വിതരണം ചെയ്യാറുണ്ട്. മരിയൻ ഉടമ്പടി വഴിയായിട്ട് ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവമാതാവിനെയും ദൈവതാവിനെയും മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.